ഇത് പാപസിംഹാസനം. ആകർഷണീയമായ ഈ സിംഹാസനം ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഇവൻ പാപത്തിന്റെ വക്താവ്. അതാ മനുഷ്യൻ കടന്നു വരുന്നു. വളർച്ചയുടെ ആദ്യ പടവായ നിഷ്കളങ്കതയുടെ ശൈശവം പിന്നിട്ട് ബാല്യത്തിന്റെ നേരം കടന്നു വന്നു നിൽക്കുന്ന ഇവൻ അതാ മനോഹരമായ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പാപസിംഹാസനം കണ്ടു കഴിഞ്ഞു. പാപങ്ങളുടെ കണ്ണർച്ചിപ്പിക്കുന്ന തിളക്കം സിംഹാസനത്തിൽ. ഒന്ന് തൊട്ടതേയുള്ളൂ, ആ കൈ പിൻവലിക്കാൻ അവന് കഴിയുന്നേയില്ല. സ്വയം രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ കൂടുതൽ കൂടുതൽ അതിലേക്ക് ചേർക്കപ്പെടുകയാണ് മനുഷ്യൻ. ഇപ്പോഴത് ആ രക്ഷയെ കുറിച്ച് മാത്രമാണ് അവൻ ആലോചിക്കുന്നത്. അവനെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ? പാപസിംഹാസനത്തിൽ നിന്ന് അവന് മോചനമുണ്ടോ? കൗമാരക്കാരും യുവാക്കളും യുവതികളും വൃദ്ധരും അങ്ങോട്ട് അടുക്കുന്നത് കാണുന്നില്ലേ? ആരാണ് ഇവരെ എല്ലാവരെയും ഇനി രക്ഷിക്കുക? സ്നേഹത്തിന്റെ ദീപം അവർക്ക് കാണാം. വിശുദ്ധ വചനത്തിന്റെ സംഗീതം കേൾക്കാം. ദൈവത്തിന്റെ മാലാഖമാർ വിശുദ്ധ വചനമേന്തി അവരുടെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞു. അവർ പശ്ചാത്താപത്തിന്റെ മാന്ത്രിക വലയത്തിൽ സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു. കാവൽ മാലാഖമാർ രക്ഷയുടെ വചനങ്ങൾ വർഷിക്കുന്നു. അതാ പാപസിംഹാസനത്തിൽ നിന്ന് പതിയെ പതിയെ അവരുടെ മോചനം സാധ്യമാകുന്നു. പ്രാർത്ഥനയുടെ ഈ മാസ്മരിക പ്രഭാവത്തിന് മുന്നിൽ പാപസിംഹാസനം തിളക്കം നഷ്ടപ്പെട്ട ഒരു പാഴ്വസ്തുവായി വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. വചനം രക്ഷയായി അവതരിച്ചത് മനുഷ്യന് വേണ്ടി. ഈ സ്തുതിഗീതം അവിടുത്തെ തൃപ്പാദത്തിൽ അവർ സമർപ്പിക്കുന്നു. നിന്നിൽ ഞാൻ കാണുന്നെന്തപ്പായേ